അതായത് ബിജു രാധാകൃഷ്ണനാണ് ഇത്തരത്തിൽ തട്ടിപ്പിനുള്ള കളമൊരുക്കിയത്, അല്ലെങ്കിൽ ഈ പണം വാങ്ങുന്ന കാര്യത്തിലൊക്കെ ഈ പരാതിക്കാരനുമായി ഇടപെട്ടത്. പക്ഷേ പരാതിക്കാരൻ അങ്ങനെ ഒരു പേരും മറ്റു വിവരങ്ങളും ഒക്കെ അറിയണമെങ്കിൽ ഈ നിഷയെക്കുറിച്ച് സ്വാഭാവികമായും പരാതിക്കാരൻ അറിഞ്ഞിരിക്കണമെന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെയെങ്കിലും നമുക്ക് ഒരു പരാതിക്കാരൻ്റെ വാക്കുകളല്ലേ അതെങ്ങനെ വിശ്വസിക്കാമെന്നൊക്കെ സംശയമുണ്ടാകാം. എങ്കിൽ പോലും ഈ പ്രതികരണം അത് ആധികാരികമായി തന്നെ നമുക്ക് കാണേണ്ടതായി വരുന്നില്ലേ? നമ്മൾ നടത്തിയ അന്വേഷണത്തിലും ഈ സ്ഥാപനം അവരുടേത് എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായി ദൃശ്യങ്ങളടക്കം അനീഷിനോടും ഇത്തരം തട്ടിപ്പുകളെക്കുറിച്ച് തന്നെയാണല്ലോ ബിജു രാധാകൃഷ്ണൻ അതേ നിഷയുടെ സ്ഥാപനത്തിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞത്. തീർച്ചയായും രണ്ട് കാര്യങ്ങളാണ് ഇതിൽ. ഒന്ന്, ഈ നേരത്തെ പരാതിക്കാരൻ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ സ്ഥാപനങ്ങളിൽ ഏതാണ്ട് 10-12 ദിവസത്തിലധികം ഞാൻ ഈ സ്ഥാപനത്തിൽ പോയിട്ടുണ്ട്. പല തരത്തിൽ, അതായത് ഒറ്റയ്ക്ക് പോകുന്നു, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുമായി പോകുന്നു, ട്രസ്റ്റിൻ്റെ ഭാരവാഹികളുമായി പോകുന്നു, പലവട്ടം ഈ ഓഫീസുകളിൽ കയറിയിരുന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെയും എനിക്കും മനസ്സിലായത് ഈ സാറിൻ്റെ ഭാര്യ എന്ന രീതിയിലാണ് അവിടുത്തെ ജീവനക്കാർ പോലും ഈ അഭിഭാഷകയെക്കുറിച്ച് പറഞ്ഞത്. പിന്നീട് അതുതന്നെയാണ് പരാതിക്കാരൻ പറയുകയും ചെയ്തത്. എന്തായാലും അങ്ങനൊരു സംരക്ഷിക്കുന്ന ആൾ പങ്കാളിയാണോ അല്ലെങ്കിൽ അവർ ഒന്നിച്ചു താമസിക്കുന്നോ ഒന്നും നമുക്ക് നമ്മുടെ വാർത്തയിൽ വിഷയമല്ല. വ്യക്തിപരമായ കാര്യങ്ങൾ നമുക്ക് പരിഗണിക്കേണ്ടതുമില്ല. പക്ഷേ ഈ റിൽഷാദിൻ്റെ ഈ വെളിപ്പെടുത്തലിന് ശേഷം, അല്ലെങ്കിൽ തന്നെ ഭീഷണിപ്പെടുത്തി ജയിലിൽ കയറ്റുമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ കൊന്നുകളയുമെന്ന് പറഞ്ഞു, ഒപ്പം ഈ നിയമത്തിൻ്റെ പഴുതുകളെക്കുറിച്ചൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു സംസ്ഥാന സർക്കാരിനെ ഒന്നടങ്കം മറിച്ചിട്ട ആളാണ്, അയാൾക്ക് ഇത്തരം ചെറിയ ചെറിയ ഒന്നുമല്ല എന്നൊക്കെ ഒരാൾ പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ മാർട്ടിനുമായി ബന്ധപ്പെട്ട കാര്യത്തിലെ ചില വെളിപ്പെടുത്തലുകളൊക്കെ ഇയാൾ നടത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു നിജസ്ഥിതി തീർച്ചയായും ഈ വാർത്തയിൽ പരാമർശിക്കപ്പെടുന്ന ആൾ എന്ന രീതിയിൽ നിഷ ക്യാപിറ്റലിൽ നിന്നും തേടേണ്ടത് നമ്മുടെ ഒരു കടമയായി കരുതിയതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് അവരെ ബന്ധപ്പെടുകയും ഇക്കാര്യത്തിൽ എന്തെങ്കിലും വിശദീകരണം നൽകാനുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തത്. പക്ഷേ അവർ കുറച്ച് കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞതല്ലാതെ മറുവശത്തേക്ക് ഒന്നും പറയാൻ സമ്മതിക്കുക പോലും ഉണ്ടാവാതെ ഫോൺ കട്ട് ചെയ്യുകയും ഇനി ഈ കാര്യത്തിനായി എന്നെ ബന്ധപ്പെടുന്നതെന്ന് പറയുകയും ചെയ്തിരുന്നു. വാർത്തയ്ക്ക് മറുപടിയായി, അല്ലെങ്കിൽ മാധ്യമത്തിനോട് അല്ലെങ്കിൽ ന്യൂസ് 8നോട് ഇക്കാര്യത്തിൽ പ്രതികരിക്കാനുള്ള ബാധ്യത എനിക്കില്ല, അല്ലെങ്കിൽ അതിനുള്ള താല്പര്യമില്ല. ഞാൻ കോടതിയിൽ ഇക്കാര്യങ്ങളൊക്കെ നേരിട്ടോളാം എന്നവർ പറഞ്ഞു. ഒപ്പം മറ്റു ചില കാര്യങ്ങൾ, ചില സൂചനകൾ കൂടി നമുക്ക് നൽകുകയും ചെയ്തു. കാരണം ഒന്ന്, ബിജു രാധാകൃഷ്ണൻ്റെ പേരിൽ ഒരു ബാങ്കിലും അക്കൗണ്ടില്ല എന്ന് അവർ പറയുന്നു. നിലവിൽ അക്കൗണ്ടുകളൊന്നുമില്ലാത്ത ഒരാളായാണ് ബിജു രാധാകൃഷ്ണൻ നിൽക്കുന്നത്. NHFൻ്റെ ഇടപാടുകൾ, അല്ലെങ്കിൽ ഈ മെറിഡിയൻ്റെ ഇടപാടുകൾ മുഴുവൻ നടക്കുന്നത് തൻ്റെ അക്കൗണ്ട് വഴിയാണ്, അതിന് കൃത്യമായ കണക്കുണ്ട് എന്നൊക്കെ പറയുന്നു. അതാണ് ഈ നേരത്തെ ഈ ഇരകളായവർ അല്ലെങ്കിൽ തട്ടിപ്പിന് വിധേയരായവർ പറയുന്നത്. തീർച്ചയായും അവിടെ അനീഷ്, നമ്മൾ ഇതിപ്പോൾ കേൾക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി ആ പ്രേക്ഷകരോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്, അനീഷ് ഇവരൊരു സമർത്ഥിയായ അഭിഭാഷക തന്നെ ആയിരിക്കുമല്ലോ. പ്രത്യേകിച്ച് ഒരു തട്ടിപ്പ് കേസിൽ ശിക്ഷിക്കപ്പെട്ട ആൾ ആണ് ഈ ബിജു രാധാകൃഷ്ണൻ. അത് കേവലം ഒരു തട്ടിപ്പൊന്നുമല്ല, ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു സർക്കാരിനെ പിടിച്ചുലച്ച സംഭവമായിരുന്നു. UDF തുടർച്ചയായി അധികാരത്തിൽ വരുവാനുള്ള ഒരു സാധ്യത മുന്നിൽ നിന്നിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ UDF അഡ്ഡപടലം താഴെ പോയത് ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ടാണ്. ഒരു പക്ഷേ ജനകീയ മുഖ്യമന്ത്രി എന്ന പ്രതിച്ഛായ ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയുടെ. ആ പ്രതിച്ഛായയ്ക്ക് കോട്ടമുണ്ടാക്കിയ ഒരു വിഷയം കൂടിയായിരുന്നു. എത്രയോ കാലം ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസ്. ഏതാണ്ട് 9 വർഷത്തോളം രാഷ്ട്രീയ കേരളം സോളാർ എന്ന വിഷയത്തെ ചുറ്റിപ്പറ്റി നിന്നിരുന്നു എന്നതാണ്. അങ്ങനെ ഒരു കേസിലെ പ്രതിക്ക് സംരക്ഷണം ഒരുക്കുകയും തൻ്റെ സ്റ്റാഫാണ് എന്ന് പറയുമ്പോൾ ഇതിൽ നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടായാൽ എങ്ങനെ രക്ഷപ്പെടണം എന്ന തന്ത്രങ്ങൾ കൂടി അവർക്കറിയാമായിരിക്കും. അതിൽ തന്നെയാണല്ലോ അനീഷ് ഇതിൽ പ്രധാനപ്പെട്ടത്. ഒന്ന്, ഈ നിഷ എന്ന് പറയുന്ന വ്യക്തി ഒരുപക്ഷെ ഈ തട്ടിപ്പിലേക്ക് നേരിട്ട് വന്നിട്ടുണ്ടാകണമെന്നില്ല. അവർ പറയുന്നത് ഒരു പരിധിവരെ ശരിയായിരിക്കാം. കാരണം അവരുടെ സ്ഥാപനം, അവരുടെ ലൈസൻസിലുള്ള സ്ഥാപനത്തിന് അക്കൗണ്ട് ഉണ്ടാകാം. ആ അക്കൗണ്ടിൽ ചെറിയ തുകയുടെ ഇടപാടുകളായിരുന്നിരിക്കാം ഒരുപക്ഷെ നടന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഈ തട്ടിപ്പ് പണം ആരുടെ അക്കൗണ്ടിലേക്കാണ് പോയത് എന്നത് ചോദ്യമായി മാറുന്നു. അവരാണ് പ്രതിപട്ടികയിലേക്ക് വരിക. ഇവിടെ പല സാധ്യതയുണ്ടല്ലോ അനീഷ്. ഒന്നുകിൽ നിഷയ്ക്ക് പറയാം തൻ്റെ ജീവനക്കാരൻ തന്നെ വഞ്ചിച്ചതാണ് എന്ന സാധ്യത പറയാം. രണ്ട്, തൻ്റെ അക്കൗണ്ടും അല്ലെങ്കിൽ തൻ്റെ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളിലൊന്നും ഒരു തിരിമറിയുമില്ല. കൃത്യമായി ടാക്സ് അടച്ചു പോവുകയോ അല്ലെങ്കിൽ CA ഉദ്യോഗസ്ഥർ അതിൻ്റെ കണക്കുകളും വരവ് ചെലവ് കണക്കുകളും ഒക്കെ ടാലി ചെയ്യുകയൊക്കെ ചെയ്യുന്ന സ്ഥാപനമാകാം. അത് നമുക്ക് തള്ളിക്കളയാനാകില്ല. പക്ഷേ ഇവിടെ ഒരു തട്ടിപ്പ് നടക്കുന്നു എന്നത് വസ്തുതയാണ്. അങ്ങനെ പണം നഷ്ടപ്പെട്ടവരുണ്ട്. അപ്പോൾ ഇത് ആരുടെ അക്കൗണ്ടിലേക്ക് പോയി, ആരാണ് ബെനാമിയായി പ്രവർത്തിക്കുന്നത്, ഇത്തരം കാര്യങ്ങളായിരിക്കില്ലേ ഇനി അന്വേഷണ സംഘത്തിന് മുന്നിൽ അന്വേഷിക്കേണ്ടി വരിക? തീർച്ചയായും അതുതന്നെയാണ് അന്വേഷിക്കേണ്ടി വരിക. പ്രധാനമായും ഈ
പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട പ്രാരംഭ കാര്യങ്ങൾക്കാണ് പലപ്പോഴും അക്കൗണ്ട് മുഖേന പണം വാങ്ങുന്നത്. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ബെർലിൻ എന്ന ജീവനക്കാരൻ, ഇയാളുടെ മാനേജർ നമ്മളോട് ആദ്യം തന്നെ പറയുന്നത് ഒരു സംഘടന രൂപീകരിക്കാൻ അല്ലെങ്കിൽ CSR ഫണ്ടിനായി വരുമ്പോൾ കുറച്ചധികം ചിലവുകളുണ്ട്. ആ ചിലവുകൾ നിങ്ങൾ ആദ്യം തന്നെ തരണം, അല്ലാതെ 2000 രൂപ വെച്ചോ 3000 രൂപ വെച്ചോ ഒക്കെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് തന്നാൽ വാങ്ങാൻ കഴിയില്ല. 2.5 ലക്ഷം രൂപ ആദ്യം തന്നെ CSR ഫണ്ട് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു വൻകിട സ്ഥാപനത്തിൽ നിന്നും അല്ലെങ്കിൽ വിദേശത്തു നിന്നുമൊക്കെ CSR ഫണ്ട് ലഭിക്കണമെങ്കിൽ ആദ്യം തന്നെ മുൻകൂറായി 2.5 ലക്ഷം രൂപ നൽകണമെന്ന് പറയുന്നു. ചിലപ്പോഴൊക്കെ ഈ തുകയ്ക്ക് റെസിപ്റ്റ് കൊടുക്കാറുണ്ട്, ചിലപ്പോഴൊക്കെ ഇതിന് അക്കൗണ്ട് വഴി വാങ്ങാറുമുണ്ട് NHF എന്ന സ്ഥാപനത്തിൻ്റെ പേരിൽ. പക്ഷേ പിന്നീട് വരുന്ന ഇടപാടുകളാണ് പൂർണ്ണമായും നിയമവിരുദ്ധമായി നടക്കുന്നത്. നമുക്കറിയാം, ഈ ഇൽഷാദിനാണെങ്കിൽ തന്നെ ഒരു ഓൾഡ് ഏജ് ഹോമും ഒരു ചിൽഡ്രൻസ് ഹോമും ഒക്കെ പണിയണമെന്ന ഒരു വലിയ സ്വപ്നമാണ് അയാളിലേക്ക് കുത്തി നിറച്ചത്. കോടനാടൊക്കെ പോയി ഇതിനുവേണ്ടി 5 ഏക്കർ സ്ഥലം കാണുകയും സ്ഥലമുടമയുമായി ഈ തുക സംബന്ധിച്ച ചർച്ചകൾ നടത്തുകയും ആ ഭൂമിയുടെ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കുകയും ചെയ്തു. അങ്ങനെ വന്നാൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഓരോ ദിനം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴും ഓരോ കാര്യങ്ങൾക്കായി പണം ചോദിക്കുകയാണ് ചെയ്യുക. ആദ്യം കുറച്ച് മന്ത്രാലയത്തിലെ കടലാസ് കഷ്ണങ്ങൾ ശരിയാക്കണം, അല്ലെങ്കിൽ മറ്റ് രജിസ്ട്രേഷൻ വകുപ്പുമായി ബന്ധപ്പെട്ട കുറച്ച് നടപടിക്രമങ്ങൾ നീക്കണം, ഉദ്യോഗസ്ഥ തലത്തിലെ കൈക്കൂലി നൽകണം, കേന്ദ്ര സർക്കാരിൻ്റെ ആളുകൾക്ക് പണം നൽകണം. ഇങ്ങനെ ഓരോരോ ആവശ്യങ്ങൾക്കായി ഓരോ ദിവസങ്ങൾ പണം ആവശ്യപ്പെടുകയും ആ പണം പൂർണ്ണമായും അക്കൗണ്ടിലൂടെ അല്ലാതെ കറൻസി നോട്ടുകളായി തന്നെ വാങ്ങുന്നു. അതായത് 2 ലക്ഷവും 3 ലക്ഷവും ഒക്കെ വെച്ചാണ് പലപ്പോഴും പണം കറൻസി നോട്ടുകളായി വാങ്ങുന്നത്. അങ്ങനെ ഒരു വലിയ തുക വാങ്ങിയെടുക്കുമ്പോൾ ഇത് ഏത് അക്കൗണ്ടിലേക്ക് പോകും? ഇത് ഫിസിക്കലി ഇത് ഒരു അക്കൗണ്ടുകളിലേക്കും വരില്ല, അല്ലെങ്കിൽ NHFൻ്റെ അക്കൗണ്ടിലോ ബിജു രാധാകൃഷ്ണൻ്റെ അക്കൗണ്ടിലോ നിഷ KPയുടെ അക്കൗണ്ടിലേക്കോ ഈ പണം വരുന്നില്ല എന്നതാണ് വസ്തുത. പണമായി തന്നെ കയ്യിലേക്ക് ചെയ്യുകയും അത് മറുവശത്തുള്ള ചെലവഴിക്കൽ രീതികളിലേക്ക് പോവുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് ഇപ്പോഴും നിഷയുടെ ഒരു ആത്മവിശ്വാസം, ആർക്ക് എവിടെ എങ്ങനെ പണം നൽകിയെന്ന ചോദ്യം ചോദിച്ച് അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നാണ്. കാരണം അക്കൗണ്ട് മുഖേനയുള്ള പണത്തിൻ്റെ അളവ് വളരെ തുച്ഛമായിരിക്കും, അല്ലെങ്കിൽ ഈ പ്രോജക്റ്റിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നൽകിയിരിക്കുന്ന പണമായി ആവും ആദ്യ ഗഡുവൊക്കെ വാങ്ങിയിരിക്കുന്നത്. പക്ഷേ മറ്റുള്ള പണമാണ് പൂർണ്ണമായും അക്കൗണ്ടിലൂടെ അല്ലാതെ നിയമവിധേയമായ മാർഗത്തിൽ കൂടി അല്ലാതെ നിയമവിരുദ്ധമായ മാർഗത്തിൽ കൂടി നൽകിയിരുന്നു. എന്തായാലും ഇത്രയധികം ആളുകൾക്ക് പണം നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അവർ വെറുതെ പറയേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അവർ തങ്ങളുടെ പണം പോയി എന്ന് പറഞ്ഞ് വെറുതെ ഇവർക്കെതിരെ ഒരു കേസ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൃത്യമായും പണം നഷ്ടപ്പെട്ട ആളുകളാണ്. നമ്മളുടെ അടുത്തേക്ക് ഈ ചില ജീവനക്കാർ തന്നെ ഇതിനകം നമ്മളോട് രഹസ്യമായി വിവരങ്ങൾ നൽകാനായി ഇതിനകം എത്തിയിട്ടുണ്ട്. അവർ പറയുന്നത് പോലും വലിയ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. ഒരുപാട് പേർ പണം നഷ്ടമായവർ ഓഫീസുകളിൽ വന്ന് ബഹളമുണ്ടാക്കുന്നു. പലപ്പോഴും പണം കറൻസിയായി തന്നെ വാങ്ങിയിരിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ഓഫീസിനുള്ളിൽ നിന്നുള്ള ആളുകൾ തന്നെ പറയുന്നുണ്ട്. കാരണം അവരും വലിയ ഭയചകിതരാണ്. കാരണം അവർ മുഖേന നിരവധി ആളുകൾ ഈ സ്ഥാപനത്തിലേക്ക്, ട്രസ്റ്റുകൾ, സംഘടനകളൊക്കെ എത്തിപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവർക്കൊക്കെ പണം നഷ്ടമായോ അല്ലെങ്കിൽ ഇവരുമായി പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്ന കാര്യം ബിജു രാധാകൃഷ്ണൻ വിശദീകരിക്കാറില്ല. ഈ സംഘടനകളുമായി ബന്ധപ്പെട്ട് ഇവരും പിന്നീട് ഫോളോ അപ്പ് ചെയ്യാറില്ല. കാരണം ഈ കാര്യം നടന്നോ ഇല്ലയോ എന്നൊന്നും ഇവർ തിരക്കാറില്ല. ഇവർക്കൊരു സംഘടന വന്നു കഴിഞ്ഞാൽ ഒരു നിശ്ചിത കമ്മീഷനായി നൽകുന്നുണ്ട്, അവരത് മാത്രമാണ് നോക്കുന്നത്. അതുകൊണ്ട് തങ്ങൾ കൂടി തട്ടിപ്പിൻ്റെ ഭാഗമായി മാറുകയോ അല്ലെങ്കിൽ ഈ സംഘടനകൾക്കൊക്കെ പണം നഷ്ടമാകുമ്പോൾ അവരെ ഈ ബിജു രാധാകൃഷ്ണനിലേക്ക് എത്തിച്ചതിൻ്റെ ഉത്തരവാദിത്വം തങ്ങൾക്ക് ഏൽക്കേണ്ടി വരുമോ എന്നടക്കമുള്ള വലിയ സംശയങ്ങൾ പലർക്കുമുണ്ട്. അങ്ങനെ ഉള്ള ആളുകൾ മുഖം പുറത്ത് കാട്ടാനാവാതെയുള്ള വിവരങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിൽ തന്നെ ആളുകൾക്ക് പണം പോയിട്ടുണ്ട്. അത് കേരളത്തിൽ നിന്ന് മാത്രമുള്ള ആളുകൾക്കല്ല, തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നുമുള്ള ആളുകൾക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് വൈദികർക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ജീവനക്കാർ തന്നെ നൽകുന്ന വിവരമനുസരിച്ച് ഏറ്റവും അധികം ഈ സ്ഥാപനത്തിൽ പനമള്ളി നഗറിലും ഒപ്പം ഈ കാക്കനാട് സ്ഥാപനത്തിലുമൊക്കെ എത്തിയിരുന്നവർ ഈ വൈദികരാണ്. ലോഹയൊക്കെ ഇട്ട് വലിയ പദവികളിലിരിക്കുന്ന വൈദികർ അവിടെ എത്തിയിട്ടുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് അത്തരം തട്ടിപ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരും. തീർച്ചയായും അവിടെ അനീഷ് ഒരുപക്ഷെ ഈ വൈദികർ ഉൾപ്പെടെയുള്ളവരൊക്കെയാണ് പണം നൽകുന്നത് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ അവരൊക്കെ നിയമപരമായി ഈ വിഷയത്തെ നേരിടാൻ ഒരുക്കമാകില്ല എന്നൊരു ആത്മവിശ്വാസം അവർക്കുണ്ടാകാം. അതുമാത്രവുമല്ല, ഒരു സിറ്റിങ്ങിന് പോലും 10,000 രൂപ, അതായത് ഈ ബിജു രാധാകൃഷ്ണൻ എന്ന വ്യക്തിയുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് പോലും 10,000 രൂപയൊക്കെ ചോദിക്കുന്ന സാഹചര്യമുണ്ട്. അവിടെ അനീഷ് പലരുടെയും കയ്യിൽ നിന്ന് പണം ലിക്വിഡ് കറൻസി ആയാണ് വാങ്ങിയത് എന്നാണല്ലോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളടക്കം പണം സഞ്ചിയിലാക്കി കൊണ്ടുവരുന്ന സാഹചര്യം. അപ്പോൾ അതൊക്കെ ബ്ലാക്ക് മണിയാണോ, അത് കൃത്യമായ രേഖകൾ ഉള്ള പണമാണോ എന്നതൊന്നും നമുക്ക് വ്യക്തതയില്ല. ഒരുപക്ഷെ അങ്ങനെയാണെങ്കിൽ അതൊന്നും പരാതിയായി ഉന്നയിക്കപ്പെടില്ല എന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടാകും. പക്ഷേ
അവിടെ ഇങ്ങനെയൊരു തട്ടിപ്പ് പുറത്തു വരുമ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം അന്വേഷിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയല്ലേ? എന്താണ് ഇപ്പോഴത്തെ പോലീസ് നീക്കം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അനീഷ്? ഇപ്പോൾ പ്രാഥമികമായി വിവരശേഖരണമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ഒരു FIR രജിസ്റ്റർ ചെയ്തുള്ള അന്വേഷണം ഇനിയും ആരംഭിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ പരാതിക്കാർ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി നൽകിയിരുന്നു. അതിനുശേഷം മുഖ്യമന്ത്രി ആ പരാതി DGPക്ക് കൈമാറിയതായി ചൂണ്ടിക്കാണിച്ചുള്ള ഇമെയിൽ ഈ പരാതിക്കാർക്ക് എത്തി. അതിനുശേഷം DGP ഓഫീസിൽ നിന്നും കമ്മീഷണർ ഓഫീസിലേക്ക് ഈ പരാതി കൈമാറിയിട്ടുണ്ട്. അവർ 1-2 ദിവസത്തിനുള്ളിൽ ബന്ധപ്പെടും എന്ന് പറഞ്ഞ് ഒരു മെയിൽ DGPയുടെ ഓഫീസിൽ നിന്നും വന്നിരുന്നു. ഇതിന് ശേഷം പക്ഷേ കമ്മീഷണർ ഓഫീസിൽ നിന്നൊരു ഔദ്യോഗികമായൊരു വിളി ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ഈ പരാതിക്കാർ പറയുന്നത്. അതുകൊണ്ട് അവർ തന്നെ ഇന്നലെ നേരിട്ട് കമ്മീഷൻ ഓഫീസിൽ പോയി മറ്റൊരു പരാതി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഏത് നിമിഷവും ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. മറുവശത്താണ് ഈ ഓഫീസുകളുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും വിവരങ്ങൾ പൂർണ്ണമായി ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്നലെ ദൃശ്യങ്ങൾ തന്നെ കണ്ടതാണ്. നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെയാണ് ഉദ്യോഗസ്ഥർ എത്തുകയും അവിടെ പരിശോധന നടത്തുകയും ഓഫീസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ, ആരാണ് വാടകയ്ക്ക് നൽകിയത്, എന്തൊക്കെ ഇടപാടുകളാണ് ഇവിടെ നടന്നത് എന്നത് സംബന്ധിച്ച വിശദാംശങ്ങൾ തേടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അവരുടെ ഒരു കൃത്യമായ റിപ്പോർട്ട് നൽകും ഈ പോലീസിന്. ഈ വിവരങ്ങൾ കൂടി അല്ലെങ്കിൽ DGPയുടെ നിന്നുള്ള നിർദ്ദേശവും അവർ ശേഖരിച്ച വിവരങ്ങളും പരാതിക്കാർ നൽകുന്ന വിവരങ്ങളൊക്കെ അടിസ്ഥാനമാക്കി അധികം വൈകാതെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെടും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇന്ന് പരാതിക്കാർ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ വാർത്താ സമ്മേളനം കൊച്ചിയിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ കടുത്ത നടപടികളുമായി പരാതിക്കാർ മുന്നോട്ട് പോവുകയാണ്. അധികം വൈകാതെ തന്നെ ഈ കാര്യത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും വലിയ തട്ടിപ്പിന്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ന്യൂസ് 18 കേരളം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതാ പരാതിയുമായി ആളുകൾ എത്തുകയാണ്, അവർ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തുകയാണ്. അതേസമയം ഇങ്ങനെയൊരു വിഷയം കേരളത്തിലെ യുവജന സംഘടനകളോ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളോ ഒന്നും ഏറ്റുപിടിക്കും എന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം ഈ സോളാർ എന്ന വിഷയം തന്നെ ഒരിക്കൽ UDF-ന് വലിയ തോതിൽ കൈപൊള്ളിയ സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഈ സോളാറിലെ തട്ടിപ്പുകാരൻ വീണ്ടും അവതരിക്കുമ്പോൾ അവിടെ UDF-മായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ യുവജന സംഘടനകളോ ആ വിഷയത്തെ അഡ്രസ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കാനാവില്ല. മറുഭാഗത്താകട്ടെ ഇത്തരം തട്ടിപ്പുകാർ തടവ് ശിക്ഷയൊക്കെ അനുഭവിച്ചു കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ സ്വൈര്യവിഹാരം നടത്തുന്നു, അവർക്ക് വീണ്ടും ഇത്തരം തട്ടിപ്പുകൾ നടത്താൻ അവസരമൊരുങ്ങുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ അന്വേഷണ സംവിധാനങ്ങളും പോലീസ് സംവിധാനങ്ങളുമാണ് ചോദ്യചിഹ്നം ആയി മാറുന്നത്. കാരണം എന്തുകൊണ്ട് ഇവരെ മോണിറ്റർ ചെയ്യാൻ നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് സാധിക്കുന്നില്ല? അവിടെ സർക്കാർ കൂടി പ്രതിക്കൂട്ടിലാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇടത് സംഘടനകളോ യുവജന സംഘടനകളോ ഈ വിഷയം ഏറ്റുപിടിക്കുമെന്നും കരുതാനാവില്ല. ഒപ്പം ഇതാ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ പേരടക്കം പറഞ്ഞുകൊണ്ടാണ് വലിയ തോതിലുള്ള ഈ തട്ടിപ്പ് നടത്തുന്നത് എന്നതാണ് വിവരം. അങ്ങനെ ആര് ഈ വിഷയം ഏറ്റെടുത്തില്ല എങ്കിൽ പോലും പരാതിക്കാർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു. മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി ലഭിച്ചിരിക്കുന്ന പശ്ചാത്തലമാണുള്ളത്. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം ഈ തട്ടിപ്പ് കണ്ടെത്തേണ്ട വലിയ ഉത്തരവാദിത്വത്തിലേക്ക് തന്നെ എത്തുകയാണ്. പരാതിക്കാർക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ആ വാർത്തകൾ നമ്മൾ വരും ദിവസങ്ങളിൽ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.